ഈ മുഴ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ അമ്മമാർക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് സർജറി വേണ്ടി വരുമോ എന്നാണ് ഇവർ പേടിക്കുന്നത്. മാം, ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളതാണ് അണ്ഡാശയ മുഴകൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ സിസ്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ അണ്ഡാശയ മുഴ? അതായത് അണ്ഡാശയത്തിൽ നിന്ന് ഒരു നീര് കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഒരു മുഴ അല്ലെങ്കിൽ ഒവേറിയൻ സിസ്റ്റ് എന്ന് പറയുന്നത്. പല അമ്മമാരും ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഇപ്പം 12-15 വയസ്സ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളുടെ അമ്മമാര് പെട്ടെന്ന് ഒ പിയിൽ കയറി വന്നിട്ട് എൻ്റെ മകൾക്ക് ഒരു സിസ്റ്റ് ഉണ്ട് ഡോക്ടറെ, വേറൊരു സ്ഥലത്ത് നിന്ന് അവരങ്ങനെ പറഞ്ഞു, ഹോസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് വേദനയായി പോയപ്പോൾ സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഒരു വലിയൊരു മുഴയോ അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറിനെയും ഇപ്പോൾ നമ്മൾ സിസ്റ്റ് എന്ന് പറയും. അണ്ഡാശയത്തിലെ നമ്മുടെ അണ്ടങ്ങളുടെ ചുറ്റും നീര് കെട്ടി നിൽക്കുന്ന ചെറിയ കുമിളകൾ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥേനെ നമ്മൾ സിസ്റ്റ് എന്ന് പറയും. അങ്ങനെ എല്ലാ അണ്ഡാശയത്തിലെ അണ്ടങ്ങളുടെയും ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളതിനെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയും. പക്ഷെ അതൊരു സിസ്റ്റോ ഒരു വലിയ മുഴയോ എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇപ്പം ഈ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് നമുക്കൊരു 12 വയസ്സ് തൊട്ടുള്ള ആ ഒരു യങ് ഏജ് ഗ്രൂപ്പിൽ പലതരത്തിലുള്ള മുഴകൾ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഹോർമോണൽ ചേഞ്ച് കാരണം പീരിയഡ്സിൻ്റെ ചില സമയത്ത് ചില തരത്തിലുള്ള ഫങ്ഷണൽ സിസ്റ്റ് എന്ന് പറയും, വെള്ളം കെട്ടി നിൽക്കുന്ന സിസ്റ്റുകൾ. പിന്നെ ചിലപ്പോൾ രക്തം കട്ട പിടിച്ച് നിൽക്കുന്ന സിസ്റ്റുകളുണ്ട്, അതായത് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് ബ്ലഡ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഹാർഡായിട്ടുള്ള ചില തരത്തിലുള്ള മുഴകളുണ്ട്, ഡെർമോയിഡ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സിസ്റ്റിനും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. മാം, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു സിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതൊക്കെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസും ഹോർമോണൽ ചേഞ്ചസും നമ്മുടെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഡയറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പം നമ്മൾ ഈ 2 കാരണം കൊണ്ടും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ വരും. ഈ ഹോർമോണൽ ഇംബാലൻസ്, ഈസ്ട്രോജൻ എന്നൊക്കെ പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയത്ത്, അതിൻ്റെ കൂടുതലായിട്ട് ഹോർമോൺ വരുന്ന സമയത്താണ് നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെ അണ്ഡാശയ മുഴകളൊക്കെ ഉണ്ടാവുന്നത്. ഈ എല്ലാ മുഴകളും നമുക്ക് സർജറി വേണ്ട മുഴകളാണോ, അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് മെഡിസിൻ കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? അതാണ്, ഈ മുഴ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ അമ്മമാർക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് സർജറി വേണ്ടി വരുമോ എന്നാണ് ഇവർ പേടിക്കുന്നത്. അപ്പോൾ എല്ലാ മുഴകളും നമുക്ക് സർജറി ആവശ്യമില്ല, മരുന്നുകൊണ്ട് മാറാവുന്ന മുഴകളുണ്ട്. പിന്നെ അത് മരുന്ന് കൊടുത്ത് നമ്മളൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി ഈ സിസ്റ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കാം. അതിൽ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് സർജറി വേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ യൂട്രസ് റിമൂവൽ. അത് നമ്മൾ ഒരുപാട് കേസുകളുണ്ട്, അതിൻ്റെ ഒരുപാട് പേര് അത് അണ്ടർഗോയും ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഈ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ എന്താണ്? നമ്മളിപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ഗർഭാശയം ചെയ്യണം എന്ന ഒരു ഡിസിഷനിൽ എത്താൻ ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഹെവി ബ്ലീഡിങ് ആയിട്ട് നമ്മൾ കുറച്ചു കാലം അവരെ ചികിത്സിക്കും. ഫസ്റ്റ് തന്നെ യൂട്രസ് എടുക്കുകയല്ല ചെയ്യാം. അപ്പോൾ കുറച്ചു കാലം നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യാൻ നോക്കും. പലതരത്തിലുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതുകൊണ്ട് നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ നമ്മൾ മെഡിസിൻ കൊണ്ട് നോക്കിയിട്ട് മരുന്ന് കൊണ്ട് ബ്ലീഡിങ് കുറയുന്നില്ല. മരുന്ന് നിർത്തി കഴിയുമ്പോൾ അവർക്ക് പിന്നെയും ഹെവി ബ്ലീഡിങ് വരുന്നു, പിന്നെയും അവർ അനീമിക് ആവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഗർഭാശയം എടുക്കേണ്ടതായിട്ട്, ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഗർഭാശയം എടുക്കേണ്ടതായിട്ട് വരും, മെഡിസിൻ കൊണ്ട് ഇനി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ. അതുപോലെ തന്നെയാണ് ഈ ഫൈബ്രോയിഡ് പോലത്തെ മുഴകളും. അപ്പം ചെറിയ ഫൈബ്രോയിഡുകൾക്കൊന്നും നമുക്ക് ഗർഭാശയം എടുക്കാൻ പറയാറില്ല. സിംറ്റംസ്, ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ ഫൈബ്രോയിഡുകൾ വരുന്ന സമയത്ത് നമ്മൾ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ഒരാളാവുമ്പോൾ അതിൻ്റെ നമുക്കതിന് ആ മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് പറയുക. പിന്നെ വേറെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഗർഭാശയം കുറച്ച് താഴേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥ, പ്രൊലാപ്സ് വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ചില ട്യൂമേഴ്സ്, ക്യാൻസേഴ്സിൻ്റെ ബിഗിനിങ് സ്റ്റേജ്, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാവുന്ന ബ്ലീഡിങ്, അതിൽ നമ്മൾ എൻഡോമെട്രിയം നോക്കിയ ശേഷം അതിൽ വല്ല ട്യൂമർ സെൽസ് ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അത് പിന്നെ ഒരു ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഗർഭാശയം നീക്കം ചെയ്യാൻ നമ്മൾ